അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കതിവനൂർ വീരൻ തെയ്യം കാണാനാണ് കേട്ടോ. നമ്മൾ പറമ്പത്ത് അറയിൽ കതിവനൂർ വീരൻ തെയ്യം കെട്ടിയാടുന്നുണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ തലേ ദിവസമാണ്. ഇന്ന് കതിവനൂർ വീരൻ്റെ തിടങ്ങൽ തോറ്റവും മറ്റെല്ലാം ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നേരത്തെ 5:30 തന്നെ നമ്മൾ കുൽക്കത്തെയ്യത്തിൻ്റെ തോറ്റെല്ലാം ഉണ്ടായിനി. അപ്പോൾ അത് ഞാൻ കാണാൻ പോയില്ല, അച്ഛൻ കാണാൻ പോയിട്ടുണ്ടായിനി കുഞ്ഞിയും. പിന്നെ നമ്മൾ പോകുമ്പോഴേക്ക് തെയ്യത്തിൻ്റെ തോറ്റായിനി കേട്ടോ. നമ്മൾ തോറ്റം കാണാമെന്ന് വെച്ചിട്ട് കുറച്ച് വൈകിട്ടാണ് പോയിട്ടുണ്ടായിനി. പക്ഷേ ഇത് നമ്മൾ കതിവനൂർ വീരൻ്റെ തോറ്റാണ്. ഭയങ്കര അഭ്യാസമാണ് കേട്ടോ കതിവനൂർ വീരൻ. അതുകൊണ്ട് തന്നെ ചുവടുകളും ആയോധന മുറകളും ഈ തെയ്യത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പം തെയ്യം അടിപൊളിയായിട്ട് അഭ്യാസങ്ങളെല്ലാം കളിക്കുന്നുണ്ടായിനി. പിന്നെ നമ്മൾ തെയ്യത്തിൻ്റെ കഥ എല്ലാവർക്കും അറിയില്ലേ, കതിവനൂർ വീരൻ്റെ. സുരേഷ് ഗോപി മഞ്ജു വാര്യർ അഭിനയിച്ച കളിയാട്ടം സിനിമയിലെ നമ്മളെ കതിവനൂർ വീരൻ്റെ ജീവിതകഥയാണ് കേട്ടോ. അപ്പം കതിവനൂർ വീരൻ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലാണ്. പിന്നെ കൂടാതെ തന്നെ നമ്മളെ വീരോചിത തെയ്യങ്ങളിൽ ഒന്നാണ് കേട്ടോ മലബാറിൻ്റെ കതിവനൂർ വീരൻ എന്ന് പറയുന്നത്. കതിവനൂർ വീരൻ്റെ കഥ പറയുകയാണെങ്കിൽ, കതിവനൂർ വീരൻ പണ്ട് തെയ്യക്കോലാവുന്നതിന് മുന്നേ മന്നപ്പനിലെ പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ കുമരച്ചൻ്റെയും ചക്കിയമ്മയുടെയും മകനാണ് നമ്മളെ മന്ദപ്പൻ ചെറുപ്പത്തിലെ ഭയങ്കര ധീരനും ഈ വാൾപ്പായറ്റിലെല്ലാം ഭയങ്കര മിടുക്കനായിരുന്നു. ഒരു ഗുരുവിൻ്റെ സഹായം ഇല്ലാതെ തന്നെ മികച്ച വാൾപ്പായറ്റുകാരനായിരുന്നു. അതുകൊണ്ട് തന്നെ മന്നപ്പന് അച്ഛൻ്റെ ഒപ്പം കൃഷിപ്പണിക്ക് പോകാനോ ഒന്നും ഇഷ്ടമല്ല. മന്നപ്പൻ കൂട്ടുകാരൊപ്പം നായാട്ടിനും മറ്റ് കളിക്കാനെല്ലാം പോകുന്നുണ്ടായിന്. അതിൽ അച്ഛന് ഇഷ്ടപ്പെടാണ്ട് ഒരു ദിവസം മന്നപ്പനെ വീട്ടിൽ നിന്ന് പുറത്താക്കും. മന്നപ്പൻ്റെ വില്ലെല്ലാം തല്ലി ഓടിച്ചിട്ട് പുറത്താക്കിയിട്ടാകുമ്പം മന്നപ്പൻ വീട് വിട്ടിറങ്ങും. അപ്പോൾ മന്നപ്പൻ്റെ അമ്മാവൻ കുടകിലുണ്ട്. ആ കുടകിലേക്ക് മന്നപ്പൻ യാത്രയിരിക്കും. യാത്രയിൽ കൂട്ടുകാരെല്ലാം ഒരുമിച്ചുണ്ടാവും. പക്ഷേ കൂട്ടുകാരെല്ലാം മന്നപ്പനെ ചതിക്കുണ്ടാവും. പക്ഷെ എന്നാലും മന്നപ്പൻ ഒറ്റയ്ക്ക് തന്നെ കുടകിലെത്തും. അത് കഥ പറയുന്നതിനിടയ്ക്ക് ഞാൻ പറയും, ഇത് അവിടെ രാത്രി ഭക്ഷണം ഉണ്ടായിട്ട്. ആ ഭക്ഷണം ഉണ്ടാകുമ്പോൾ നമ്മളെ വീട്ടിൻ്റെ അടുത്തിൽ നമ്മളെ ബിന്ദുവേച്ചിനെയും നളിനേച്ചിനെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിന്. അപ്പോൾ അവർ പറയുന്നുണ്ടായിന് നമ്മളെ വീഡിയോ ഇടല്ലേ പറയുന്നുണ്ടായിന്. ഞാൻ പറഞ്ഞു എന്തായിട്ട് ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടായിന്. നല്ല അടിപൊളി സദ്യ വന്നിട്ടുണ്ടായിന്. നല്ല ചോറും സാമ്പാറും കൂട്ടുകറിയും അച്ചാറും പച്ചടിയെല്ലാം ഉണ്ടായിന്. അപ്പോൾ സദ്യയെല്ലാം അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ. ഇനി നമ്മൾ കതിവനൂർ വീരൻ്റെ കഥയിലേക്ക് വരുന്നതാണെങ്കിൽ, കുടകിലെത്തുന്ന നമ്മളെ മന്നപ്പനാടെ കൃഷിയെല്ലാം ചെയ്ത് ആർത്ത കുടുകരെ പ്രിയപ്പെട്ടവനായി മാറും. അപ്പോൾ അവിടെ എണ്ണ വെക്കുന്ന ചെമ്മരത്തിയായിട്ട് മന്നപ്പൻ പ്രണയിക്കുകയും ചെയ്യും. അങ്ങനെ അവരെ കല്യാണം കഴിയുകയും ചെയ്യും. അവരവിടെ അടിപൊളിയായിട്ട് ജീവിക്കുന്നതിനിടയിൽ കുടകിൽ പടയുണ്ടാവും, യുദ്ധം ഉണ്ടാവും. ആ യുദ്ധത്തിന് നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മന്നപ്പൻ കളത്തിലിറങ്ങും. ശത്രുക്കളെ മുഴുവൻ മന്നപ്പൻ തുരത്തിയിട്ട് ശത്രുക്കളെ മുഴുവൻ കൊല്ലും. എന്നിട്ട് മന്നപ്പൻ ആ യുദ്ധത്തിൽ ജയിക്കും. പക്ഷേ അന്നേരം യുദ്ധത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ മന്നപ്പൻ്റെ മോതിരെല്ലാം അവിടെ മറന്നു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം യുദ്ധക്കളത്തിലേക്ക് പോകുമ്പം എല്ലാവരും ചതിച്ചിട്ട് മന്നപ്പനെ അവിടെ നിന്ന് കൊല്ലുക ചെയ്യുന്നത്. 64 കഷ്ണങ്ങളായി വെട്ടി നുറുക്കുന്നതാണ് പറയുന്നത് കഥ. അപ്പോൾ ഇതാണ് നിങ്ങൾ ഈ കാണുന്ന കേട്ടോ ചെമ്മരത്തി തറ. അതായത് 64 കഷ്ണമാക്കിയിട്ടാണ് നമ്മൾ കതിവനൂർ വീരനെ കൊന്നിട്ടുള്ളത്. അപ്പോൾ 64 കളങ്ങളാണ് കേട്ടോ ഈ ചെമ്മരത്തി തറയിലുള്ളത്. അങ്ങനെ കഥ എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ മന്നപ്പൻ്റെ മോതിരമില്ല വിരൽ കാക്ക കൊത്തിക്കൊണ്ടുവരും. അത് നമ്മളെ ചെമ്മരത്തി കാണുകയും ചെമ്മരത്തിക്ക് മനസ്സിലാവും മന്നപ്പൻ മരിച്ചു എന്ന് മനസ്സിലാവും. അങ്ങനെ ചെമ്മരത്തി മന്നപ്പൻ മരിച്ചത് അറിഞ്ഞിട്ട് യുദ്ധത്തിലെല്ലാവരും ഈ 64 കഷ്ണങ്ങളായി ചിന്നിച്ചിതറിയ നമ്മളെ മന്നപ്പൻ്റെ ശരീരം കത്തിക്കാൻ വേണ്ടിയിട്ട് ചിതയിൽ ഒരുക്കിയിട്ടുണ്ടാവും. അന്നേരം ആ ചിതേൻ്റെ അടുത്ത് നമ്മളെ ചെമ്മരത്തി പോയിട്ടാകുമ്പോൾ എല്ലാവരോടും പറയും, നട്ടുച്ചയ്ക്ക് മാനത്ത് നക്ഷത്രം ഉദിച്ചത് എല്ലാവരും കണ്ടു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മുകളിലേക്ക് നോക്കുമ്പോൾ മന്നപ്പൻ്റെ ചെതയിലേക്ക് നമ്മളെ ചെമ്മരത്തി ചാടി മരിക്കുക ചെയ്യുന്നത്. അപ്പം പിന്നെ എല്ലാവരും ഈ ശവസംസ്കാര ചടങ്ങിന് വന്നവരെല്ലാം കുളിക്കാൻ കുളിക്കടവിൽ പോകുമ്പോഴേക്ക് അവരപ്പുറത്തുനിന്ന് കുളിക്കുമ്പോഴേക്ക് മന്നപ്പനും ചെമ്മരത്തി ഉണ്ടാവും അപ്പുറത്തെ കടവിൽ നിന്ന് കുളിക്കുന്നത്. അപ്പോൾ അവർ ദൈവക്കരുവായി അപ്പോഴേക്ക് മാറി എന്നാണ് കേട്ടോ ഐതിഹ്യം. ഇതാണ് നമ്മളെ കതിവനൂർ വീരൻ്റെ കഥ എന്ന് പറയുന്നത്. കതിവനൂർ വീരനും ചെമ്മരത്തിയും ഭയങ്കര ആത്മാർത്ഥ പ്രണയമുള്ളവരാണ്. പക്ഷെ ചെമ്മരത്തിക്ക് ഇടയ്ക്ക് ഭയങ്കര സംശയമെല്ലാം ഉണ്ടാവും മന്നപ്പൻ ഈ കള്ളുകുടിക്കുന്നതുകൊണ്ടും നായാട്ടിന് പോകുന്നതുകൊണ്ടെല്ലാം. പക്ഷെ എന്നാലും ചെമ്മരത്തിക്ക് ഭയങ്കര സ്നേഹമാണ്. അങ്ങനെയാണ് മന്നപ്പൻ്റെ ചെതയിലേക്ക് ചെമ്മരത്തി ചാടി മരിക്കുന്നത് കേട്ടോ. അപ്പോൾ ദൈവക്കരുവായി മാറിയ മന്നപ്പൻ കതിവനൂർ വീരനായിട്ടും നമ്മളെ ചെമ്മരത്തിൻ്റെ ദൈവസങ്കല്പം എന്ന് പറയുന്നത് ആ ചെമ്മരത്തി തറയിലാണ് കേട്ടോ. ആ ചെമ്മരത്തി തറയിൽ 64 കള്ളിയുണ്ട്. അതിലാണ് നമ്മൾ കതിവനൂർ വീരൻ തെയ്യം കെട്ടിയാടുന്നത്. ആ കതിവനൂർ വീരൻ പുറപ്പെടുന്ന സമയത്ത് ആ ചെമ്മരത്തി തറയിൽ ചുറ്റും അഭ്യാസം കഴിക്കും, നൃത്തം ചെയ്യലും ചെയ്യുന്നുണ്ട്. അത്ര അവരെ പ്രണയമാണ് കേട്ടോ അവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ രാവിലെയും തെയ്യം കാണാൻ പോയിട്ടുണ്ടായി. അപ്പോൾ ആ തെയ്യം കണ്ടതാണ് നിങ്ങൾ നേരത്തെ കണ്ടത്, കതിവനൂർ വീരൻ്റെ അഭ്യാസ പ്രകടനവും. പിന്നെ തെയ്യത്തിന് നമ്മൾ തൂവലും ചെയ്തു. ഉച്ചക്ക് അവിടെ അന്നദാനം ഉണ്ടായിട്ടാ.
നല്ല ഉണക്കച്ചോറും ചിക്കൻ കറിയാണ് കതിവേനൂർ വീരൻ്റെ പ്രസാദം എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ കഴിച്ചിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ പ്രണയത്തിൻ്റെ പ്രതിരൂപമാണ് കേട്ടോ ഈ മന്നപ്പൻ്റെ ചെമ്മരത്തിൻ്റെ കഥ എന്ന് പറയുന്നത് തന്നെ. പണ്ടെല്ലാം ഭർത്താക്കന്മാർ മരിച്ച ചതയിലേക്ക് സ്ത്രീകൾ ചാടി മരിക്കലില്ലേ, പക്ഷെ അത്രയും ഇഷ്ടമാണ് ചെമ്മരത്തിക്ക് കതിവേനൂർ മന്നപ്പന. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ നമ്മളെ വീടുകളിലെല്ലാം തെയ്യം വരും കേട്ടോ. അങ്ങനെ ഇതൊരു തറവാടാണ്, കുപ്പാടക്കത്ത് തറവാട്. അവിടെ തെയ്യം പോയിട്ട് എന്തെല്ലോ കളിക്കലും ചെയ്യും കതിവേനൂർ വീരൻ. അപ്പോൾ ആടെ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം നമ്മൾ കതിവേനൂർ വീരൻ്റെ ഈ ചെമ്മരത്തിൻ്റെ ഈ കഥയെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്ക് വലുതായിട്ട് അധികം പറയാൻ അറിയില്ല, എന്നാലും ഇതാണ് അതിൻ്റെ സാരാംശം എന്ന് പറയുന്നത്. അപ്പം അവരെ മന്നപ്പൻ്റെ ഭയങ്കര അഭ്യാസമാണ് കേട്ടോ മന്നപ്പൻ. അതെല്ലാം തെയ്യത്ത് കളിയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഭയങ്കര എന്താ പറയണ്ടേ, ഭയങ്കര നമുക്ക് കുളിർ കയറുന്ന ഒരു സീനാണ് കേട്ടോ ഈ തെയ്യത്തിൻ്റെ കളി എന്നെല്ലാം പറയുന്നത്. അപ്പോൾ ഇന്നത്തെ തെയ്യവിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ കാണുന്നവരെ ചാച്ചാ ബൈ ബൈ.